നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്നെ വെടിയുതിർക്കുമ്പോൾ അതെന്റെ വയറ്റിലേക്കാവണം. ആ വെടിയുണ്ട കൊണ്ടെങ്കിലും എന്റെ വയർ ഒരൽപ്പം നിറയുമല്ലോ. ഇത് ഫലസ്തീനിലെ ഒരു കുഞ്ഞനിയത്തിയുടെ വിലാപമാണ്. കുടിക്കാൻ ഒരിറ്റു വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ഫലസ്തീൻ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെലിഞ്ഞൊട്ടിയ 12 വയസ്സുകാരി ഹുദ അബു അൽ നജ തന്റെ മൊബൈലിലുള്ള ഒരു ചുറുചുറുക്കുള്ള പെൺകുട്ടിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഇത് താനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഫലസ്തീനിലെ പട്ടിണിയുടെ ആഴത്തെക്കുറിച്ച് വിറയലോടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഭക്ഷണം കഴിക്കാനില്ലാതെ മരണപ്പെട്ട കുഞ്ഞു സൈനബും ആദിൽ മാസിയും ഇന്നത്തെ ചരിത്രം വായിക്കുന്ന വരും തലമുറകൾക്ക് മുമ്പിൽ നേരിടേണ്ടി വരുന്ന മനുഷ്യത്വത്തിന്റെ ചോദ്യമായി നിലനിൽക്കുന്നു. ഗസയിലെ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന്റെ ഇരകളല്ല, അവർ ലോകത്തിന്റെ നിശബ്ദതയുടെ ഇരകളാണ്. നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങൾ ഒരു തിന്മ കാണുന്ന സമയത്ത് കൈകൾ കൊണ്ട് എതിർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുമല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കുക. അതിനും പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യുക. ഇതാണ് പ്രവാചക നിർദ്ദേശം. നമ്മുടെ പ്രാർത്ഥനയിൽ ഗസ ഉണ്ടാവട്ടെ. നമുക്ക് കഴിയും വിധം സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കാം. ഫലസ്തീനിലെ ശത്രുക്കളുടെ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കാം. ഈജിപ്തിലെ യുവാക്കൾ നമുക്കൊരു മാതൃക കൂടിയാണ്.